വളരെ വളരെ നന്ദി. ഒരു സെക്കൻഡ് ഒരു മെസ്സേജ് വന്നിട്ട് കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ മെസ്സേജുകളൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് വരാൻ സാധ്യതയുണ്ട്. ഒരുപാട് സുഹൃത്തുക്കൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് വെൽക്കം ടു മൈ ചാനൽ വിഷ്വൽ സ്റ്റോക്ക് മീഡിയ. ഞാൻ നിങ്ങളോടൊപ്പം സഹീറാണ്. ആരൊക്കെയാണ് സുഹൃത്തുക്കൾ എന്നുള്ളത് അറിയില്ല. കുറേ താഴോട്ട് പോയി നമ്മുടെ ഗ്രാഫ്. നല്ല മുകളിൽ നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് വന്നു. ഇനി എപ്പോഴാണ് നമ്മുടെ ഗ്രാഫ് മുകളിലേക്ക് കയറുക എന്നുള്ളത് നോക്കിയിരിക്കേണ്ടതാണ്. സംടൈം പെട്ടെന്ന് തന്നെ ഗ്രാഫ് മുകളിലേക്ക് കയറും, അതേപോലെ തന്നെ താഴേക്ക് ഇറങ്ങും. പക്ഷേ ഇപ്പോൾ കുറേ നേരമായിട്ട് നല്ലൊരു രീതിയിലാണ് നമ്മുടെ ഗ്രാഫ് ഉണ്ടായിരുന്നത്, വ്യൂവേഴ്സ് ഗ്രാഫ്. അതിനിടയിൽ സുഹൃത്ത് നമ്മുടെ ഒരു ക്ലയന്റ് എന്നൊക്കെ പറയുന്നത് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. അപ്പോൾ അവർക്കൊരു ജേഴ്സിയുടെ ഒരു ഓർഡറിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മെസ്സേജ് റിപ്ലൈക്ക് വേണ്ടി പോയതാണ് ഇടയിൽ. സുഹൃത്തുക്കൾ ഒരുപാട് ബിസിയായി പോയെന്ന് തോന്നുന്നു. ഞാനിവിടെ ഇരിക്കുന്നത് ഇനി കുറേ നേരം ഇരിക്കാൻ എനിക്കും സമയം അനുവദനീയമല്ല. പിന്നെ അത് മാത്രമല്ല, എൻ്റെ മൊബൈലിലെ ചാർജ് ഡെഡായി തുടങ്ങിയിട്ടുണ്ട്, ബാറ്ററി ഡെഡായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അൽത്താഫെ, അതുപോലെ സലീന ആൻഡ് ഖദീജ, രാജി, സൽമാൻ, റിഫ, സുലമ്മച്ചി, അങ്ങനെ കുറച്ച് പേരാണ് നമ്മളോട് ഇന്ന് സുഖവിശേഷങ്ങളായിട്ട് നമ്മളോടൊപ്പം ചേർന്നത്. അവരെല്ലാവരും ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അവരോടെല്ലാവരോടും ഞാൻ ഇന്നത്തെ എൻ്റെ ലൈവിനെ എൻഡ് ചെയ്യാണ്. എല്ലാവർക്കും, ലൈക്ക് ചെയ്തവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഞാൻ അറിയാതെ എന്നെ കണ്ടിരുന്നവർക്കും എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട്, നല്ലൊരു തിങ്കളാഴ്ച, നല്ലൊരു വീക്ക് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും ഇന്ന് ഈ ലൈവിൽ നിന്നും വിട പറയുകയാണ്. ഇന്ന് ചിലപ്പോൾ കഴിയുന്നത് പോലെ മറ്റൊരു ലൈവുമായിട്ട് ഞാൻ നിങ്ങളിലേക്ക് ഓടിയെത്താം. അതിനിടയിൽ നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ചെറിയ ചെറിയ വീഡിയോകളുണ്ട്. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പൂക്കളിൽ തേൻമുതിരുന്ന കാർവണ്ടുകളുടെ ഒരു വീഡിയോ. എന്തെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു ചെറിയൊരു ഉള്ളടക്കം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഒരു വർണ്ണശലഭമായ പൂക്കളാണെങ്കിൽ പോലും, നല്ല സൗന്ദര്യം വിടരുന്ന പൂക്കളാണെങ്കിലും അല്ല എങ്കിലും, അതിൽ നിന്ന് തേൻമുതിരാൻ വരുന്നത് പല തരം ശലഭങ്ങളും, അത് നമുക്ക് മനസ്സിന് കുളിർമ നൽകുന്ന, സന്തോഷം നൽകുന്ന ശലഭങ്ങൾ ഉണ്ടാവാം. അതെല്ലാം നമ്മളെ നല്ല രീതിയിൽ വേദനിപ്പിക്കുന്ന കാർബണ്ടുകൾ ഉണ്ടാവാം. ആര് തന്നെയായാലും വന്നു ചേർന്ന് കുടിച്ചു പോകുന്നത് തേനാണ് അവരുടെ ഉദ്ദേശം എന്നുള്ള, അവരുടെ വയറ് നിറക്കുക എന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. അതാണ് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്തത്. എന്തെന്ന് വെച്ചാൽ, ഇന്ന് പൂക്കൾക്കിടയിൽ തേൻ കുടിക്കുന്ന കാർവണ്ടുകളുടെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൽ ചെറിയൊരു ഉള്ളടക്കം ഞാൻ നിങ്ങളോട് പറയുന്നു. രാജിയാർ എന്ന് പറയുന്നുണ്ട്, കണ്ണുരുട്ടി കാണിക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ ആ വീഡിയോയിൽ ഒരു ചെറിയ കണ്ടന്റ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, നമുക്ക് സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന ഒരു പറ്റം പൂമ്പാറ്റകളും, നമ്മളെ വേദനിപ്പിക്കുന്ന കാർവണ്ടുകളും ഒക്കെ ഈ ദുനിയാവിൽ ഒരുപാടുണ്ട്. പക്ഷെ അവരെല്ലാം വന്ന് തേൻ നുകർന്നു പോകുന്നത് പല വർണ്ണ പൂക്കളുള്ള ആരാമങ്ങളിൽ നിന്ന് തന്നെയാണ്. എല്ലാ പൂക്കളിലും ഈ പറയുന്ന എല്ലാം വന്ന് തേൻ നുകർന്നു പോകാറുണ്ട്. പക്ഷെ വരുന്ന വണ്ടുകൾക്കാണെങ്കിലും ചിത്രശലഭങ്ങൾക്കാണെങ്കിലും ഒരേ ലക്ഷ്യമുള്ളൂ, അവരുടെ വയറ് നിറയ്ക്കുക എന്നുള്ളത്. അവരുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ അവർ ആരാമം വിട്ടു പോകും. പക്ഷെ തിരിച്ചു വരല് അപൂർവമായിരിക്കും. അവർ തിരിച്ചു വരുമ്പോൾ ആ പൂക്കളായിരിക്കില്ല തിരിച്ച് വേറെ ഉണ്ടാവുക. വേറെ പല വിധ വർണ്ണങ്ങളിൽ പുതിയ പുതിയ പൂക്കളായിരിക്കാം. എന്ത് തന്നെയാണെങ്കിലും പൂക്കളുടെയും ആയുസ് അവസാനിക്കും, പണ്ടുകളുടെയും ആയുസ് അവസാനിക്കും. ഇനി അതല്ല, മനസ്സിനും കണ്ണിനുമൊക്കെ കൂർമ്മ നൽകിയ ശലഭങ്ങളാണെങ്കിലും അവരുടെയും ആയുസ് അവസാനിക്കും. ആരുടെയൊക്കെ ആയുസ് അവസാനിക്കുമെങ്കിലും ആ ആയുസ് അവസാനിക്കുന്നത് വരേക്കും നമ്മൾക്ക് സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ ജീവിക്കാനും എല്ലാവരോടും നല്ല രീതിയിൽ നമുക്ക് സഹവർത്തിക്കാനും കഴിയട്ടെ എന്നാണ് ആശംസിക്കുന്നത്. മനസ്സിലായില്ല എന്ന് പറയും. ഞാൻ ഇന്ന് എൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലൊരു ചെറിയ ഒരു കണ്ടന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താണ്. ഞാൻ ഇന്നത് പോസ്റ്റ് ചെയ്യാം. രാവിലെ ഞാൻ പുറത്തു പോയപ്പോൾ ഒരു പൂന്തോട്ടത്തിൽ പാറിപ്പറക്കുന്ന കുറെ കാർവണ്ടുകളെയാണ്, കരിവണ്ടുകളെയാണ് കണ്ടത്. നല്ല ശലഭങ്ങളെ ആരെയും കണ്ടില്ല, കരിവണ്ടുകളെയാണ് കണ്ടത്. ആ കരിവണ്ടിനെ ഒരു വീഡിയോയിലേക്ക് ഞാൻ പകർത്തി വെച്ചിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യും. അതിനെ കാണണം,
അതിലൊരു കമന്റ് ആയി ലൈക്ക് ആയിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം.